മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വീഴ്ചയുണ്ടായെന്ന് ആരോപിച്ച് കൽപ്പറ്റയിൽ കളക്ടറേറ്റ് വളഞ്ഞു UDF ജീവനക്കാരെ കടത്തിവിടാതെ കളക്ടറേറ്റിന്റെ 3 ഭാഗങ്ങളിലായി പ്രതിഷേധം തുടരുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. ഈ സമരം പൊളിക്കാൻ നോക്കുക. NGO യൂണിയൻ ആളുകളെ കയറ്റിയിട്ട് അവിടെ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ട്. ആ സ്ത്രീയാ കണ്ടത്. NGO യൂണിയൻ ആളുകളെ കയറ്റി സമരം പൊളിക്കാൻ നിൽക്കുക. ഇത് ആർക്ക് വേണ്ടിയിട്ടാ? ഈ പാവങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇറങ്ങിപ്പോ UDF ഒന്നായിട്ട് ഇതിൻ്റെ ഉള്ളത് അല്ലെങ്കിൽ ചെയ്യുന്നത് തനി തമ്മെടുത്തരാ. ഇത് പോലീസ് കൂട്ടുന്നത് ചെയ്യാണ്. പോലീസ് നൽകുകയാണ്. പോലീസ് ഇന്ന് രാവിലെയും ഇവിടെ ആളുകളെ കയറാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. പിണറായിക്ക് വേണ്ടിയിട്ട് ചൂരൽമലക്കാരന്റെ അതേസമയം പുനരധിവാസത്തിൽ അനാവശ്യമായ വിവാദത്തിലേക്ക് പോകരുത് എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. അനാവശ്യമായ വിവാദത്തിലേക്ക് ഈ ഘട്ടത്തിൽ പൊതുവെ പോകരുത് എന്നാണ് എല്ലാവരോടും അഭ്യർത്ഥിക്കാറുള്ളത്. ജനാധിപത്യത്തിൽ എല്ലാ അഭിപ്രായ പ്രകടനങ്ങൾക്കും അവകാശവും അർഹതയുമുണ്ട്. അതെല്ലാം എല്ലാവർക്കും നടത്താം. എല്ലാവരും അത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ വളരെ സങ്കടകരമായ കാര്യം, ഈ ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരുടെ മനസ്സിൽ ആശങ്കയുടെ വിത്ത് വിതയ്ക്കാൻ ഇടയാകുന്ന വിധത്തിൽ അനാവശ്യമായിട്ടുള്ള ഒരു പ്രകോപനത്തിലേക്കും ആരും പോകരുത് എന്നാണ് എൻ്റെ അഭ്യർത്ഥന. കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള സമരം നയിക്കണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നില്ല. പക്ഷെ മനസ്സിൽ ഒരു വികാരമെങ്കിലും കേരളത്തിനോടുള്ള അവഗണന എന്ന വിഷയത്തെ സംബന്ധിച്ചുണ്ടാകണം. കൽപ്പറ്റയിൽ നിന്നും സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട്. സുർജിത്ത്, ഇപ്പോഴും കളക്ടറേറ്റ് ഉപരോധിച്ചുള്ള സമരം അങ്ങനെ തുടരുകയാണോ? അഷ്മി, തീർച്ചയായും ഇപ്പോഴും ഉപരോധ സമരം തുടരുകയാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഈ കളക്ടറേറ്റിന്റെ 2ാം ഗേറ്റിലാണ്. നേരത്തെ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഒരു സർക്കാർ ജീവനക്കാരൻ ഇതിനകത്തേക്ക്, അതായത് ഈ ഉപരോധം നടക്കുന്ന ഘട്ടത്തിനകത്തേക്ക് പ്രവേശിച്ചു എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് UDF പ്രവർത്തകർ ഒന്നാകെ ഈ കളക്ടറേറ്റിലേക്ക് ഇരച്ചു കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. അതിനുശേഷം അവർ ഈ ഓഫീസിന്റെ അകത്തേക്കൊക്കെ കയറുന്ന ദൃശ്യങ്ങളും ഇതിനകം തന്നെ പുറത്തു വന്നു. എന്തായാലും അതൊരു സംഘർഷാവസ്ഥയിലേക്ക് മാറി. പോലീസ് എത്തി, പോലീസുമായി വാക്കേറ്റമുണ്ടായി. ബോധപൂർവം പോലീസ് ഈ വിഷയത്തിൽ ഇടപെട്ട് ഈ വിഷയത്തിൽ ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നടക്കമുള്ള ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കേന്ദ്രീകരിച്ച് നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയാണ്. നമുക്ക് 1ാം ഗേറ്റിലേക്ക് കൂടി ഒന്ന് പോകാം. 1ാം ഗേറ്റിലേക്ക് പോകുന്ന ഘട്ടത്തിൽ നമുക്ക് ധാരാളം സർക്കാർ ഉദ്യോഗസ്ഥരെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1ാം ഗേറ്റിലേക്ക് പോകുമ്പോൾ ഈ റോഡരികിൽ പൂർണ്ണമായും സർക്കാർ ജീവനക്കാരാണ്. അവർക്ക് ആർക്കും ഈ കളക്ടറേറ്റിനൊക്കെ അകത്തേക്ക് കയറാൻ പറ്റുന്ന ഒരവസ്ഥയിലുള്ളത്. 3 ഗേറ്റുകളുണ്ട് ഈ കളക്ടറേറ്റിനെ സംബന്ധിച്ച്. ആ 3 ഗേറ്റുകളിലും പൂർണ്ണമായി ഉപരോധിക്കുന്ന തരത്തിലേക്ക് UDF പ്രവർത്തകർ മാറി. ഇവിടെ നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ വലിയ പോലീസ് സന്നാഹമുണ്ട്. പക്ഷേ പോലീസ് സന്നാഹം ഉണ്ടായിട്ട് പോലും ജീവനക്കാരെ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ ഇവിടുത്തെ UDF പ്രവർത്തകർ എന്നുള്ളതാണ്. നേരത്തെ ടി സിദ്ദീഖ് MLA സംസാരിച്ചു. ബോധപൂർവം ഈ സമരത്തെ പൊളിക്കാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നടക്കമുള്ള ആക്ഷേപങ്ങളാണ് ടി സിദ്ദീഖ് MLA ഉന്നയിച്ചത്. നേരത്തെ ഒരു വലിയ സംഘർഷാവസ്ഥയിലേക്ക് വഴിമാറുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയതാണ്. പക്ഷേ അതിപ്പോൾ പൂർണ്ണമായും അത് ആ അവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ട്. സർക്കാർ ജീവനക്കാരെല്ലാം തന്നെ ഇവർക്ക് ഇവിടെ ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ പോലും കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട്. ഇവരെല്ലാവരും ഇങ്ങനെ കേന്ദ്രീകരിച്ച് ഒരു ഭാഗത്ത് നിലയുറപ്പിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ കാണാൻ കഴിയുന്നത്. എന്തായാലും ആ തൊട്ടപ്പുറത്തെ ഗേറ്റിൽ, അതായത് 1ാം ഗേറ്റിലാണ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഉള്ളത്. 1ാം ഗേറ്റിലാണ്. 1ാം ഗേറ്റുമായി ബന്ധപ്പെട്ട് അവിടെ ടി സിദ്ദീഖ് MLA, അല്പസമയത്തിന് തന്നെ ET മുഹമ്മദ് ബഷീർ MP ഇവിടേക്ക് കടന്നു വരും. ഈ കാണുന്നതെല്ലാം തന്നെ സർക്കാർ ജീവനക്കാരായിട്ടുള്ള ആളുകളാണ്. ഇവിടെ ഈ ജോലിക്ക് പ്രവേശിക്കേണ്ട ആളുകളാണ്. പക്ഷേ അവരെ ആരെയും ഇതിനകത്തേക്ക് കടത്താൻ വേണ്ടി തയ്യാറാകാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും. ഉപരോധ സമരം തുടരുകയാണ്. ഇപ്പോഴും ജീവനക്കാരകത്തേക്ക് കടത്തിവിടുന്ന സമരം ശക്തമായി തന്നെ പോകുന്നു.